ശബരിമലയ്ക്ക് തീർത്ഥാടന മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം. ആ തീർത്ഥാടന മാസ്റ്റർ പ്ലാൻ പാറശാല മുതൽ മംഗലാപുരം വരെ അല്ലെങ്കിൽ കാസർഗോഡ് വരെയുള്ള സകല ജനങ്ങളുടെയും ഒരു പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആയിരിക്കണം. കാര്യം വീടുകളിൽ നിന്നാണ് ആളുകൾ ശബരിമലയ്ക്ക് വരുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും മറ്റ് സ്റ്റേറ്റുകളിൽ വരുന്നവരെ ബോർഡറിലിട്ട് പിടിക്കണം. ബോർഡറിലിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ടെങ്കിൽ മാത്രമേ ശബരിമലയിലേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകൂ, കടത്തിവിടാൻ കഴിയുകയുള്ളൂ. ഈ തരത്തിൽ വളരെ ഗൗരവതരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഇന്നലെ എത്രയോ കുഞ്ഞുങ്ങൾ ശബരിമലയിൽ വന്ന് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും താൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിക്കുക, താൻ വിശ്വസിക്കുന്ന ദൈവത്തെ ഒന്ന് കാണുക എന്നുള്ളത്. എത്രയോ കുഞ്ഞുങ്ങളാണ് ഇന്നലെ തളർന്നു വീണത്, എത്രയോ മുതിർന്നവരാണ് തളർന്നത്. വേലി ചാടുന്നു, കമ്പിവേലി ചാടുന്നു, മുള്ളുവേലി അല്ല മറ്റേ ബാരിക്കേഡുകൾ ചാടുന്നു, വെള്ളം കിട്ടുന്നില്ല, തളർന്നു വീഴുന്നു, കുഴഞ്ഞു വീഴുന്നു. ഈ ഒരു ചെറിയ ഒരു സംവിധാനത്തെ നമുക്ക് ശരിയാക്കിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ സിസ്റ്റം, നമ്മുടെ വീണ ജോർജ് മാഡം ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്ന പോലെ തകർന്നടിഞ്ഞൊരു സിസ്റ്റം അല്ലേ ഈ സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് കേരള ഗവൺമെന്റിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പിണറായി സർക്കാരിന്റെ സർക്കാരാണെന്ന് മാത്രം ധരിക്കരുത്. എല്ലാ കാലത്തും ശബരിമല നമുക്കൊരു കറവ പശു തന്നെയാണ്. എല്ലാ കാലത്തും നമ്മൾ നന്നായി അതിനെ കറക്കും, പക്ഷെ അതിന് ആഹാരം കൊടുക്കൂല. പശുവിനെ ചുമ്മാ അകിടിടിച്ച് കറന്നിട്ട് ആഹാരം കൊടുക്കാതിരുന്നാൽ അത് ചവിട്ടും. ആ ചവിട്ടാണ് ശബരിമലയിൽ നിന്ന് കിട്ടുന്നത്. വളരെ കഷ്ടമാണ് ശബരിമലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ വരുന്ന ഭക്തന്മാരെ ഒരു സ്നേഹ ബഹുമാനവും ഇല്ലാതെ അവരെ കൈകാര്യം ചെയ്യുന്നത് ചാനലുകൾ കാണുമ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വന്നല്ലോ എന്നുള്ള ഒരു കുറ്റബോധവുമുണ്ട്.